നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ക്രൂരതയുടെ 26 വർഷങ്ങൾ. ഗ്രഹാം സ്റ്റെയിൻസ് വധക്കേസ് മുഖ്യപ്രതി ദാരാ സിംഗ് ജയിൽ മോചിതനാകുന്നു. കാൽ നൂറ്റാണ്ടിലധികമായി ഇന്ത്യൻ മനസ്സാക്ഷിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒഡീഷയിലെ മിഷണറി കൂട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി രവീന്ദ്രപാൽ സിംഗ് എന്ന ദാരാ സിംഗ് ജയിൽ മോചിതനാകാൻ ഒരുങ്ങുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വരാനിരിക്കുന്ന സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നല്ല പെരുമാറ്റം മുൻനിർത്തി ഒഡീഷ സർക്കാർ തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള പട്ടികയിൽ ദാരാ സിംഗിന്റെ പേരും പരിഗണനയിൽ ഉണ്ടെന്നാണ് വിവരങ്ങൾ. ഒഡീഷയിലെ കേന്ദുജർ ജില്ലാ ജയിലിൽ കഴിഞ്ഞ 26 വർഷം തടവുകാരനാണ് ദാരാ സിംഗ്. ഇതേ കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിച്ചിരുന്ന മറ്റൊരു പ്രതി മഹേന്ദ്ര ഹെംബ്രമിനെ 25 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2025 ഏപ്രിലിൽ മോചിപ്പിച്ചിരുന്നു. രാജ്യാന്തര തലത്തിൽ നെടുക്കമുണ്ടാക്കിയ മനോഹർപൂർ കൂട്ടക്കൊല 1999 ജനുവരി 22-നായിരുന്നു. ഇന്ത്യയെ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കിയ ആ ക്രൂര സംഭവം അരങ്ങേറിയത് അന്നാണ്. ഒഡീഷയിലെ കിയോഞ്ചർ ജില്ലയിലുള്ള മനോഹർപൂർ ഗ്രാമത്തിൽ ആദിവാസികൾക്കും കുഷ്ഠരോഗികൾക്കുമിടയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്ന ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിന്റെ മക്കളായ ഫിലിപ്പ്, തിമോത്തി എന്നിവരെയും തീവ്ര ഹിന്ദുത്വവാദികൾ ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു. ഗ്രാമത്തിലെ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത ശേഷം രാത്രിയിൽ സ്റ്റേഷൻ വാഗൺ വണ്ടിയിൽ ഉറങ്ങുകയായിരുന്ന ഇവരെ ദാരാ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അക്രമി സംഘം വളയുകയും വാഹനങ്ങൾ പുറത്തുനിന്ന് പൂട്ടി തീയിടുകയുമായിരുന്നു. വണ്ടിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ച ഇവരെ അക്രമികൾ തടഞ്ഞു. പിറ്റേന്ന് രാവിലെ പോലീസ് മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ മരണഭയത്തിലും മക്കളെ ചേർത്തു പിടിച്ച പിതാവിന്റെ ആലിംഗന ദൃശ്യം ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരുന്നു. തന്റെ 24-ാം വയസ്സിൽ ഇന്ത്യയിലെത്തി ഒഡീഷ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് മേഖലകളിൽ കുഷ്ഠരോഗ നിവാരണത്തിനും ആദിവാസി ക്ഷേമത്തിനുമായി പ്രവർത്തിച്ച ആളായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. എന്നാൽ ഇദ്ദേഹം ആദിവാസികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു അക്രമം. കേസ് അന്വേഷിച്ച CBI സംഘം 51 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ 37 പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി കുറ്റവിമുക്തരാക്കി. 2003-ൽ CBI പ്രത്യേക കോടതി മുഖ്യപ്രതി ദാരാ സിംഗിന് വധശിക്ഷയും മഹേന്ദ്ര ഹെംബ്രാം ഉൾപ്പെടെയുള്ള 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. എന്നാൽ പിന്നീട് ഒഡീഷ ഹൈക്കോടതിയും തുടർന്ന് സുപ്രീം കോടതിയും ദാരാ സിംഗിന്റെ വധശിക്ഷ ജീവപര്യന്തമായി ചുരുക്കുകയായിരുന്നു. എനിക്കും മകൾക്കും അവരോട് പൂർണ്ണമായി ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ വിചാരണയിലോ പ്രതികാരത്തിലോ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസിന്റെ വിധവ ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഓർമ്മിച്ചത്. ഭർത്താവിനെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും അക്രമികളോട് പരസ്യമായി ക്ഷമിച്ച ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ നിലപാട് ലോകമെമ്പാടും ആദരവോടെയാണ് വീക്ഷിക്കപ്പെട്ടത്. സംഭവത്തിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയെങ്കിലും പിന്നീട് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തിയ അവർ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി ഗ്രഹാം സ്റ്റെയിൻസ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കുകയും അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. സാമൂഹിക സേവനങ്ങൾ മുൻനിർത്തി 2005-ൽ രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. നിയമവും മാനുഷിക വശങ്ങളും ഈ കേസ് നിയമപരമായും സാമൂഹികപരമായും ഇന്നും സജീവ ചർച്ചാ വിഷയമാണ്. ഒരു വശത്ത് കാൽ നൂറ്റാണ്ടിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു തടവുകാരന് നിയമപരമായ ഇളവുകൾക്കും നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മോചനത്തിനും അവകാശമുണ്ട്. മറുവശത്ത് മതസൗഹാർദ്ദം തകർക്കുകയും പിഞ്ചു കുട്ടികളെ അടക്കം അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പ്രതികളോട് ഭരണകൂടം കാണിക്കുന്ന ഇത്തരം ദയ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന ആശങ്കയും ശക്തമാണ്. ദാരാ സിംഗിന്റെ മോചനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഒഡീഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.